രാജ്യസഭയിലെ എൻ്റെ അംഗത്വം അവസാനിക്കുന്നതിന് മുമ്പ് അതിലെ 2 വർഷം കോവിഡും കാര്യങ്ങളുമായിട്ടും ഫണ്ട് വിഹിതത്തിൽ നിന്ന് ഏകദേശം 10 കോടി നഷ്ടപ്പെടുകയും അത് പിന്നെ 2 കോടി തിരിച്ചു തരുന്ന അവസ്ഥയിൽ നമുക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ പ്രവർത്തനം എന്നതും നിങ്ങൾ തെരഞ്ഞെടുക്കാത്ത ഒരു MP നിങ്ങൾ കാരണമല്ല, മറ്റ് പല രാഷ്ട്രീയ വക്രങ്ങളും കാരണം തോൽവി ഏറ്റുവാങ്ങി പോകേണ്ടി വന്ന MP എന്ന നിലയ്ക്കും ഞാൻ തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത് വളരെ അഭിമാനത്തോടെ ഞാൻ ആരുടെ മുമ്പിലും നെഞ്ച് വിരിച്ചു നിന്ന് പറയും. അത് യാതൊരു സംശയവും ആർക്കും വേണം. അത് അവരുടെ തന്നെ ചില പറയുന്നുണ്ട് അല്ലേ, കേട്ടില്ലേ? അവൻ സന്തോഷം. വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആവണം എന്നാണ് എന്റെ വലിയ അഭിപ്രായമല്ല. അവര് വേറെ പല കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. വർഗീയതയൊന്നുമില്ല. അവർക്കിപ്പോഴും ആ ദോശ വിറ്റ് തിന്നാനേ പറ്റും. ആ അപ്പം അവര് വേവിക്കുകയും വേണ്ട, തിന്നണമെങ്കിൽ തിന്നോട്ടെ, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കാൻ നടക്കണ്ട എന്ന് വേണം നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കുക. ആ മറുപടി ഒരുപക്ഷെ ഇന്നത്തെ കേരളത്തിലെ ഗൂണ്ട രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ അത്രയും മുഖത്തടിച്ച മാതിരി അത് പറയാനൊക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ വോട്ട് നൽകുന്ന വിഷയം വരുമ്പോൾ നിങ്ങളുടെ ആ വികാരം സ്ഫുരിക്കണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, നിങ്ങളോട് അപേക്ഷിക്കും. ഉറപ്പായിട്ടും തൃശ്ശൂരിന് ഇതിനു മുമ്പ് തെരഞ്ഞെടുത്തയാൾ, അതിനു മുമ്പ് തെരഞ്ഞെടുത്തയാൾ എന്ന് പറയുമ്പോൾ 2 പ്രബല രാഷ്ട്രീയ കക്ഷികളുടെയും MP-മാർ വന്നു കഴിഞ്ഞു. അവർ ചെയ്തതിനേക്കാൾ വളരെ ഭേദപ്പെട്ട രീതിയിൽ ഒരു MP എന്ന നിലയ്ക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പു വരുന്നു. അതിനപ്പുറം എന്ത് വാഗ്ദാനമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു ചെയ്യലല്ല, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാമായിരുന്നു, അതെന്തുകൊണ്ട് ചെയ്തില്ല? അതുകൊണ്ട് ഇനി നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും ഇനി അവസരമില്ല. ഞങ്ങളിങ്ങനെ മാറി മാറി അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് ചുട്ടോണ്ട് നിൽക്കാൻ തയ്യാറല്ല. ഇനി ഞങ്ങൾക്ക് കഴിക്കണം. ഞങ്ങൾ ഒന്ന് ദോശക്കല്ല് മാറുന്നു, അതിലേക്ക് ഒഴിക്കുന്ന മാവ് മാറുന്നു. നമ്മൾ പുതിയ ഒരു വോട്ടിംഗ് രീതിയിലേക്ക് പോകുന്നു. ഞങ്ങൾ ഇനി മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നത് എന്റെ ആത്മവിശ്വാസം.